നമസ്കാരം ആർ പി. നമസ്കാരം. ട്രംപിൻ്റെ ചൈന വിസിറ്റ് കഴിഞ്ഞു. വലിയ പ്രശ്നങ്ങൾ ലോകത്തിലാകമാനം നടക്കുന്ന ഒരു സമയമാണിത്. ഹോർമൂസിലെ ഉപരോധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറാൻ മധ്യേഷ്യയുടെ മറ്റു പല മേഖലകളിലേക്കും ആക്രമണം നടത്തുന്നുണ്ട്. അങ്ങനെ തരത്തിൽ ആ പ്രശ്നം അങ്ങനെ സങ്കീർണമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ട്രംപിൻ്റെ ഒരു ചൈന വിസിറ്റ്. ഇത് മറ്റെന്തിൻ്റെയോ തുടക്കം എന്ന രീതിയിലാണ് ട്രംപ് ചൈനയിൽ വന്നതെങ്കിലും ഒരു നല്ല വാം വെൽക്കം അല്ല ട്രംപിന് കിട്ടിയത്. ട്രംപിൻ്റെ ഒരു നാണക്കേടിൻ്റെ തുടർച്ചയായി മാറുന്നു ചൈനയിലേക്കുള്ളൊരു സന്ദർശനം എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ചില വിവരങ്ങൾ. ചില കരാറുകളൊക്കെ അമേരിക്കയുമായിട്ട് അവരുണ്ടാക്കി വെച്ചു. ചില കാർഷിക കരാറും അതിൽ തന്നെ അമേരിക്കയിൽ നിന്ന് കുറച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന് ചൈന സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ചൈനയിൽ നിന്നുണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ആർ പി ഈ വിഷയത്തിൽ പറയാൻ? തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നത് അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. ലോകം അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലെത്തുന്നത്. ചൈന പോലെ മറ്റൊരു എല്ലാ അർത്ഥത്തിലും ആശയപരമായിട്ടും ജിയോ പൊളിറ്റിക്സിലും ഒക്കെ മറു സൈഡിൽ നിൽക്കുന്ന ചൈനയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നത് എങ്ങനെയാണ്? കുറേ വ്യാവസായിക ഭീമന്മാരെ, സിഇഒമാരെ, അവരുടെ ഒരു വലിയ ഡെലിഗേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു ഫീലിംഗ് ജനങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു, മറ്റ് രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിരുന്നു. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഒരു സന്ദർശനമാണ്. കാരണം ലോകത്ത് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബാലൻസിങ്ങും ചേരികളും ഒക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിസിറ്റ് ആകേണ്ടതാണത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ചുക്കും ഉണ്ടായില്ല. ആകെ കൂടെ ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ കാർഷിക മേഖലയിലും മറ്റും ചില ട്രേഡ് എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളുണ്ട്. 200 ബോയിങ് വിമാനങ്ങൾ മേടിക്കാൻ ചൈന ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ 200 ബോയിങ് വിമാനങ്ങൾ ചൈന മേടിക്കാൻ ഓർഡർ കൊടുത്തത് അത് നേരത്തെ തന്നെ ചർച്ചകളൊക്കെ ആയതാണ്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ വെച്ച് അത് നടത്തിയത്. ഇതല്ലാതെ എന്നിട്ട് ട്രംപ് എടുത്തു പറഞ്ഞത് ഇത് 200 അല്ല, അവർ 700 വിമാനങ്ങൾ മേടിക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു 200 വിമാനം ചൈനയെ കൊണ്ട് മേടിപ്പിക്കാനാണോ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ എത്തിയതെന്ന് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ചൈന ഇത് ഗംഭീരമായിട്ട് കളിച്ചു എന്ന് വേണം പറയാൻ. ഈ ഒരു വിസിറ്റ് ചൈന അതിഗംഭീരമായിട്ട് കളിച്ചു. കാരണം ഹരി പറഞ്ഞ പോലെ അങ്ങനെ വെൽക്കമിനൊന്നും, അതായത് സ്വീകരണത്തിനൊന്നും പകിട്ട് കുറവൊന്നുമില്ലായിരുന്നു. ഗംഭീര സ്വീകരണമായിരുന്നു. വലിയ തോതിൽ ആൾക്കാർക്ക് കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടുള്ള സ്വീകരണം തന്നെയായിരുന്നു. പുറമേയുള്ള കാഴ്ചകളിൽ ഒന്നും ചൈന കുറച്ചില്ല എന്നുള്ളത് സത്യമാണ്. ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവിടെ കോമ്പൗണ്ടിൽ പോകുന്നു, ഗാർഡനിൽ പോകുന്നു, ടെമ്പിൾ ഓഫ് ഹെവനിൽ പോകുന്നു. ഇങ്ങനെയുള്ള പല പരിപാടികളും ഒക്കെ നടത്തിയെങ്കിലും ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിൽ 1 ഇഞ്ച് പുറമോട്ട് പോകാനോ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാനോ ചൈന തയ്യാറായില്ല. എന്ന് മാത്രമല്ല ട്രംപിനെ ഗംഭീരമായിട്ട് അപമാനിക്കുകയും ചെയ്തു വ്യക്തിപരമായിട്ട്. ഇപ്പോൾ ചൈനയുടെ അധികം ആൾക്കാർക്ക് ഇവിടെ അറിയാത്തൊരു കാര്യമുണ്ട്. ചൈനയുടെ സോഷ്യൽ മീഡിയയിൽ, ചൈനീസ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സാധനമാണ്. ചൈനീസ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇദ്ദേഹത്തെ അവർ വിശേഷിപ്പിക്കുന്നത്, പ്രസിഡന്റ് ട്രംപിനെ അവർ വിശേഷിപ്പിക്കുന്നത് അവരുടെ ഭാഷയിൽ ചുവാങ് ജീവോ എന്നാണ്. എനിക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. ചുവാങ് ജിങ് ഹോ. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്ര നിർമ്മാതാവ്, രാഷ്ട്രത്തെ നേഷൻ ബിൽഡർ എന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. ട്രംപിനെ അവരുടെ രാജ്യം നിർമ്മിക്കുന്ന രാഷ്ട്രശില്പി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിനന്ദനമാണ്. അങ്ങനല്ല, ട്രംപിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള തെറ്റുകൾ കൊണ്ട്, ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന ബ്ലണ്ടേഴ്സ് കൊണ്ട്, അബദ്ധങ്ങൾ കൊണ്ട് ചൈനയെ ബിൽഡ് ചെയ്യുന്ന ആളായിട്ട് ട്രംപ് മാറിയെന്ന്. അതായത് ചൈനയാണ് ഉറച്ച് വരുന്നത്, അതിന് കാരണക്കാരനായിട്ട് ട്രംപ് മാറുന്നു എന്നുള്ള സർക്കാസമാണ്, കളിയാക്കലാണ് ഈ ഒരു വിശേഷണം. ഇത് ട്രംപ് അറിഞ്ഞിട്ടില്ല. ട്രംപ് അവിടെ ഉള്ളപ്പോഴും ഇത് നടക്കുകയാണ്. ഏറ്റവും അവസാനം പോകാൻ നേരത്താണ് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആരോ ഇങ്ങനെ എത്തിച്ചത്, ചൈനീസ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഭയങ്കര പ്രചരണം നടത്തുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അത് ഭയങ്കര ഇൻസൾട്ടായി. പുള്ളി ആരോടൊക്കെയോ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ എന്ന് ചോദിച്ചു കാണും. അപ്പോൾ ചൈനീസ് ഭാഗത്തു നിന്ന് പറഞ്ഞു, അല്ല അത് താങ്കൾക്കെതിരെയല്ല, ബൈഡൻ വരെയുള്ള പ്രസിഡൻറ്റുമാർ വളരെ മോശമായിരുന്നു, ഇപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല.
ബൈഡൻ വരെയുള്ളവരെ വിമർശിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റൊക്കെ വന്നത് എന്ന് പറഞ്ഞ് അത് പുള്ളി അല്ലാതെ വേറെ നിവർത്തിയില്ല, പുള്ളി അത് പൂർണ്ണമായിട്ട് വിഴുങ്ങിയിട്ടാണ് ഇദ്ദേഹം പോയത്. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ട്രംപ് അവിടെ എത്തിയ നിമിഷം മുതൽ പ്രസിഡന്റ് ജിയുമായിട്ട് എൻ്റെ വ്യക്തിപരമായ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വലിയ തോതിൽ ഒരു സ്നേഹവും എന്താ പറയുക വിശ്വാസം നേടിയെടുക്കാനുള്ള സകല കസർത്തുകളും കാണിച്ചു. പക്ഷേ പ്രസിഡന്റ് ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു റെസിപ്രോക്കേഷൻ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം തിരിച്ച് ഈ പറയുന്ന ആവേശമൊന്നും അതിനകത്ത് ഒട്ടും കാണിച്ചില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് 2 കസേരകളുടെ കഥ. ഇദ്ദേഹവും പ്രസിഡന്റ് ജിയും പ്രസിഡന്റ് ട്രംപും കൂടി ഇരിക്കുന്ന കസേരകളിൽ ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ കസേരയ്ക്കായിരുന്നു പൊക്കം കൂടുതൽ. മറ്റേ കസേരയ്ക്ക് ഒരേ പൊക്കമുള്ള കസേരയാണെങ്കിലും മറ്റേ കസേരയിൽ സ്പോഞ്ച് പോലെയുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ട്രംപിനെ പോലെ ശക്തിയുള്ള ഒരാൾ വന്ന് അല്ലെങ്കിൽ വലിപ്പമുള്ള ഒരാൾ വന്നിരിക്കുമ്പോൾ അദ്ദേഹം താണുപോയി. ഇതൊക്കെ ചൈന മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്, വളരെ കാൽക്കുലേറ്റീവായിട്ട്. അവസാനം ഫോട്ടോ എടുക്കുമ്പോൾ ട്രംപ് താഴോട്ടിരിക്കുന്നു, പ്രസിഡന്റ് ഷീ മുകളിലേക്കിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കൃത്യമായ ചില പദ്ധതികളിലൂടെ നിങ്ങൾ ആരാണ്, നിങ്ങളെ ഞങ്ങൾ എങ്ങനെ കാണുന്നു, നിങ്ങൾ വലിയ വിലയൊന്നും നിങ്ങൾക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെയാണ് സുപ്രീമസി എന്ന് ചൈനീസ് പ്രസിഡൻറ്റും ചൈനയും കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ചൈനയ്ക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇറാനുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള യുദ്ധം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആയുധ ശേഷി കുറഞ്ഞു എന്നൊരു വിലയിരുത്തൽ ചൈനയ്ക്കുണ്ട്. ആ വിലയിരുത്തലിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ അവരുടെ ലക്ഷ്യം തായ്വാനാണ്. ഈ തായ്വാൻ മേഖലയിലേക്ക് ചൈന നടത്തുന്ന ഒരു ആക്രമണം പൂർവാധികം അത് തായ്വാനെ പിടിച്ചെടുക്കുക, സൗത്ത് ചൈന സീയിൽ ചൈനയുടെ ഒരു അപ്രമാദിത്വം ഒന്നും കൂടെ വീണ്ടെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചൈന പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഈ മേഖലയിൽ ഒന്നുകൂടി ശക്തമാകാനുള്ള നീക്കം നടത്തുവാൻ സാധിക്കുമോ എന്നൊക്കെ അനാലിസിസ് ചൈനയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതിന് എന്താണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു അവസ്ഥ? മുമ്പ് ഇതേ രീതിയിൽ അബദ്ധം ഭാരതത്തിന് പറ്റിയിട്ടുണ്ട്. നെഹ്റു ചൈനയിൽ ചെന്ന് ചാടിക്കൊടുക്കുകയും ഇന്ത്യയെ ഒരു വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം ആക്രമണം നടത്തുകയും ചെയ്ത പാരമ്പര്യം ചൈനയ്ക്കുണ്ട്. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കൃത്യമായി ചൈന ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തുവാൻ വേണ്ടി പദ്ധതി ഇടുന്നുണ്ടോ എന്ന് പോലും ഒരു സംശയം തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഹരി പറഞ്ഞ പോലെ അമേരിക്കയുടെ ഉള്ളറിയാനും അമേരിക്കയുടെ ശക്തി അറിയാനും ചൈന 100% ശ്രമിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ട്രംപ് ഇവിടെ വരണമെന്നില്ല. ട്രംപ് ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം ഉറപ്പുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിൻ്റെ ഉൾപ്പെടെ സകല ഉദ്യോഗസ്ഥന്മാരുടെയും ഈ പറയുന്ന വലിയ പട, ഒരു സിഇഒമാരുടെ പട, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, ഇവരൊക്കെ അൺഒഫീഷ്യൽ ആണെങ്കിലും അവർ ഒഫീഷ്യലായിട്ട് പോയതാണ്. മകള് എനിക്ക് തോന്നുന്നത് ഫോക്സ് ന്യൂസിൻ്റെ വാർത്താ അവതാരകയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി ഇവരുടെ കംപ്ലീറ്റ് DNA എടുത്തിട്ടുണ്ട്. ചൈനീസ് ചാരന്മാർ അത് എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ എത്ര വർഷം ജീവിക്കും, എന്തൊക്കെ അസുഖം വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ അസുഖമുണ്ട്, ഇത് മൊത്തം എടുത്തിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഉള്ളറകളിലെ രഹസ്യങ്ങളും അമേരിക്ക എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇത് കൃത്യമായിട്ട് ചൈന പഠിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം വളരെ ഉറപ്പാണ്, ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ അടുക്കലേക്ക് അമേരിക്ക ചെല്ലുകയായിരുന്നു. അത് ലോകത്ത് ഉണ്ടാകുന്ന ആ ഒരു വലിയ പവർ ഷിഫ്റ്റിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടാണ്. അപ്പോൾ ഈ ഒരു വിസിറ്റിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരാശങ്കയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിൽ എപ്പോഴൊക്കെ കൂടുതൽ അടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ചൈന ഭാരതത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിൽ അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വലിയ അടുപ്പത്തിലേക്കോ വലിയൊരു കരാറിലേക്കോ വലിയൊരു ഉഭയകക്ഷി സഹകരണത്തിലേക്കോ ഇവർ തമ്മി പോയിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ മഞ്ഞ് ഒട്ടും ഉരുകിയിട്ടില്ല. പക്ഷേ മറുവശത്ത് ചൈനയും റഷ്യയും ഭാരതവും ചേർന്ന ഒരു അച്ചുതണ്ട് ഉണ്ടായാൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ അദ്ദേഹം യാത്രയിലാണ്, ചൈനയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതായത് അമേരിക്കൻ പ്രസിഡൻറ്റ് പോയതിൻ്റെ തൊട്ട് പിന്നാലെ റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ വരികയാണ്. അപ്പോൾ റഷ്യയോട് എങ്ങനെയാണ് ചൈന പെരുമാറുന്നത്, അമേരിക്കയോട് എങ്ങനെ പെരുമാറി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷിക്കേണ്ടതാണ്. ഇനിയുള്ള 2 ദിവസങ്ങളിൽ പുടിൻ അവിടെ ചൈനയിലുണ്ട്. അപ്പോൾ ഈ ഒരു ചേരി വരുന്നത് ഭാരതത്തിന് വലിയ ഗുണകരമാവും.
തൈവാനെക്കുറിച്ച് ഹരി പറഞ്ഞത് വളരെ കറക്റ്റാണ്. തൈവാനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ട്രംപിനോട് ചൈനീസ് പ്രസിഡന്റ് സംസാരിച്ചത്. ഒരു ഗ്യാരണ്ടി മേടിക്കാനാണ് ശ്രമിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അമേരിക്ക അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും കൊടുത്തില്ല. പക്ഷേ അമേരിക്ക തൈവാനോടൊരു വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ള തോന്നൽ ഇപ്പോൾ തൈവാനിലുണ്ട്. കാരണം ശക്തമായ ഒരു നിലപാടും അമേരിക്ക എടുത്തില്ല ആ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ഷിയെ സൂചിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിലെ ബിസിനസ്സുകാരൻ ഉണർന്ന് പ്രവർത്തിച്ചതാവാൻ കാരണം. പക്ഷേ അതോടുകൂടി തൈവാനെ അമേരിക്ക സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിന് തൈവാനിനുള്ളിൽ വലിയ തോതിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഒരു വിശ്വാസ്യത ലോകമെമ്പാടും ഇല്ലാതാക്കുന്ന, കുറയ്ക്കുന്ന, സഖ്യകക്ഷികൾക്ക് പോലും അമേരിക്ക വിശ്വാസമല്ലാതായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വലിയ പവർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ആഗോളതലത്തിൽ. ഈ ഇന്ത്യ, റഷ്യ, ചൈനയുടെ കാര്യം വാസ്തവമാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നുണ്ട് RP. അതായത് ക്വാഡ് കുറേ നാളുകൊണ്ട് നിർജ്ജീവമായി കിടക്കുകയാണ്. ബ്രിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ ശക്തിപ്പെടുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയും അല്ലെങ്കിൽ ബ്രിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ബ്രിക്സിൻ്റെയൊക്കെ മേഖലയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുള്ള മറ്റൊരു അച്ചുതണ്ട് രൂപം കൊള്ളുവാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്തരത്തിലൊരു സഹകരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു ഏഷ്യൻ ശക്തികൾ എന്ന നിലയിൽ അതൊരു പവർ ഷിഫ്റ്റ്, യൂറോപ്പിലുണ്ടായിരുന്ന തരത്തിൽ യൂറോപ്യൻ ശക്തി എന്ന നിലയിൽ നിന്ന് ഒരു ഏഷ്യൻ ശക്തികൾ എന്ന നിലയിലേക്ക് ലോകം ഒരു പവർ ഷിഫ്റ്റിലേക്ക്, ഇപ്പോൾ റഷ്യയെ പൂർണ്ണമായും നമുക്കൊരു യൂറോപ്യൻ രാജ്യമെന്ന് പറയാൻ പറ്റില്ല, ഒരു ഏഷ്യൻ രാജ്യവും കൂടിയാണ് റഷ്യ. ആ ഒരു തലത്തിൽ ഏഷ്യൻ ശക്തികൾ എന്ന നിലയിൽ അത് ലോകം ഭരിക്കുവാനൊരു ഭരണമാറ്റത്തിലേക്ക് ലോകം കാലെടുത്ത് വയ്ക്കുന്നുണ്ടോ എന്നതിനെ ഒരു സംശയമുണ്ട്. കാരണം കാലങ്ങളായി അമേരിക്ക ലോകത്തിലെ വൻപൻ ശക്തിയായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് എല്ലാ കാലത്തും ഒരു ശക്തികളുടെ കൈമാറ്റം നടക്കാറുണ്ട്. കുറേ കാലം അത് യൂറോപ്പായിരുന്നു കൈവശം വെച്ചിരുന്നത്, പിന്നീട് അമേരിക്കൻ ശക്തികളായി, വീണ്ടും അത് പുരാതന കാലഘട്ടത്തിൽ ഇത് ഏഷ്യൻ ശക്തികളായിരുന്നു, പ്രത്യേകിച്ചും ഭാരതമൊക്കെ ആയിരുന്നു. വീണ്ടും ആ കാലം തിരിച്ചു വരുന്നുണ്ടോ എന്ന തരത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു സന്ദർശനം കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലോ തൈവാൻ്റെ കാര്യത്തിലോ ഒന്നും കാര്യമായ ഒരു പ്രയോജനമോ അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് എത്തുന്ന ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഹരി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അച്ചുതണ്ട് വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ പുടിൻ്റെ സന്ദർശനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പഴയ അമേരിക്കയല്ല. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അവർക്ക് തോന്നുന്നത് ഇപ്പോൾ ക്യൂബയെ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്കയ്ക്ക് തോന്നുന്ന രീതിയിൽ ലോക പോലീസ് കളിക്കാൻ പുതിയൊരു ലോകക്രമത്തിൽ സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ അമേരിക്കയുടെ ഒരു ക്ഷീണിതാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്രയും ചൈനയിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ അവിടുത്തെ പ്രസിഡന്റിനെ സൂചിപ്പിക്കാനൊക്കെ ശ്രമിച്ചത്. പക്ഷേ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇത്തരം ഗിമ്മിക്സുകൾ ലോക നേതാക്കന്മാർക്കിടയിൽ വിലപ്പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമസ്കാരം.